അപ്പോ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ അങ്ങോട്ട് തീരുമാനിക്കാം. നിശ്ചയം കഴിഞ്ഞ് സുമാർ 1 മാസം കല്യാണം. എന്താ? ആയിക്കോട്ടെ. എടോ, ഡിസംബറിൽ അങ്ങ് നടത്താനാണ് നമ്മുടെ ഇപ്പോഴത്തെ തീരുമാനം. അമ്മേ, ഞാനൊന്ന് പുറത്തോട്ട് പോവാ. അതെന്താടാ പെട്ടെന്നൊരു പോക്ക്? ഓഫീസിൽ ചെറിയൊരു അത്യാവശ്യം, എനിക്ക് പോയേ പറ്റൂ. എന്നാ പിന്നെ നടക്കട്ടെ. അപ്പൊ വരുന്ന 9-ാം തീയതി എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, ശരി. അവൻ ഇപ്പോഴും ഒരു വെല്ലായിക ഉണ്ടല്ലോ രുക്മിണി അമ്മ. ഏയ്, ഓഫീസിൽ എന്തെങ്കിലും ടെൻഷൻ കൊണ്ടാവും, അല്ലാതെ അവന് പ്രശ്നമൊന്നുമില്ല. അപ്പൊ പിന്നെ ഞാനും ഇറങ്ങട്ടെ, ഇടയ്ക്ക് വിളിക്കാം. നീ വിഷമിക്കാതെ മോളെ, നിന്റെ കുഞ്ഞിനൊരു ആപത്തും വരില്ല. ഞാനല്ലേ പറയുന്നത്, സങ്കടപ്പെടാതെ മോളെ. എന്തായി പറഞ്ഞു ചേട്ടാ? നാശം പിടിക്കാൻ ഞാൻ വിളിച്ച് മടുത്തു. ലൈൻ പോകുന്നേ ഇല്ല. ഒരു അത്യാവശ്യം വിളിക്കുമ്പോ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ എമർജൻസി നമ്പര്? ഇനിയിപ്പോ ശങ്കർ വരാൻ കാക്കണ്ട, സ്റ്റേഷനിൽ നേരിട്ട് പോയി കംപ്ലൈന്റ് ചെയ്യാം, അതാ നല്ലത്. ആ ഗൗരി, നീ വേഗം റെഡിയാവ്. എന്താ എന്താ ഉണ്ടായത്? ഞാനൊന്ന് മയങ്ങുകയായിരുന്നു. ആ സമയത്ത് കേബിൾ റിപ്പയർ ചെയ്യാനെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇവിടെ വന്നു. ദമയന്തിയോട് TV നോക്കാൻ പറഞ്ഞു. അവൾ അകത്തേക്ക് കയറി തക്കം നോക്കി. അവൻ ഈ ഗ്രില്ല് തുറന്ന് അകത്ത് കയറി കുഞ്ഞിനെ എടുത്ത് കടന്നു കളഞ്ഞു. ഗൗരിയും ചേട്ടത്തിയും ചായപ്പിൽ ജോലിയിലായിരുന്നുകൊണ്ട് അവരൊന്നും അറിഞ്ഞതുമില്ല. എന്നിട്ട് ഗൗരിയോടെ? അവളാകെ അപ്സെറ്റ് ആയിരിക്കുക. ഞാനിപ്പോ സ്റ്റേഷനിലേക്ക് പോകാൻ റെഡിയാവാൻ പറഞ്ഞിട്ടുണ്ട്. താൻ വന്നത് നന്നായി, നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം. അവൾ ഇവിടെ ഇരിക്കട്ടെ. ആ, മോള് വന്നല്ലോ. എന്നാ പിന്നെ രണ്ടുപേരും കൂടി നേരെ സ്റ്റേഷനിലേക്ക് വിട്ടോ, ഞാൻ പിന്നാലെ ഉണ്ടാവും. ചെല്ല്, ഇനി ആലോചിച്ച് സമയം കളയണ്ട. ഗൗരി, താൻ ടെൻഷൻ അടിക്കണ്ട, മൂക്കൊന്നും സംഭവിക്കില്ല. ചേട്ടൻ പറഞ്ഞൊന്നുമില്ല. ഇവിടുത്തെ സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ എന്റെ ഒരു പരിചയക്കാരനാ. വിവരം അറിഞ്ഞുടനെ ഞാൻ അവരെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു. ഇനി നേരിട്ട് ചെന്ന് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്താൽ മാത്രം മതി. എന്നാ പിന്നെ ഒട്ടും താമസിക്കണ്ട, നിങ്ങൾ വേഗം പോകാൻ നോക്ക്. പിന്നെ മോടെ ഫോട്ടോ വല്ലതും കയ്യിലുണ്ടോ? എന്റെ മൊബൈലിലുണ്ട്. അത് മതി. ചെല്ല്, വേഗം പോയിട്ട് വാ. എന്നാലും കുഞ്ഞിനെ എടുത്തോണ്ട് പോകാൻ മാത്രം, അതും പട്ടാ പകല്. തെണ്ടിത്തരം കാണിക്കാൻ വരുന്നവന് യാത്ര ചെയ്യുന്നോ പകലെന്നോ വല്ലതും ഉണ്ടോ ദേവേന്തി? എന്നാലും നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിട്ട്. ഞാൻ നമ്മുടെ കൗൺസിലറെ വിളിച്ചൊന്ന് വിവരം പറയട്ടെ. എന്താ ഇവിടെ നിർത്തിയേ? കാര്യമുണ്ട്. എന്താ ശങ്കർ, എന്തിനാ ഇവിടെ നിർത്തിയെന്ന്? ഗൗരി, താൻ അപ്സെറ്റ് ആവരുത്. ഭരതമ്പിള്ള ചേട്ടനെ ഒഴിവാക്കാൻ വേണ്ടിയാ ഞാനിപ്പോ തന്നെയും കൂട്ടി കംപ്ലൈന്റ് കൊടുക്കാനാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയത്. ശരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തില് നമുക്ക് സ്റ്റേഷനിൽ പോയി കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയെന്നും പറഞ്ഞ് ഒരു പരാതി കൊടുക്കാനാവില്ല. അതെന്താ? എടോ, അത് അങ്ങനെയാണ്. സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്താൽ സ്വാഭാവികമായ ഒരു അന്വേഷണം ഉണ്ടാവും. അപ്പൊ ആ കുഞ്ഞിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പോലീസ് അറിയാൻ ഇടയായാലേ പിന്നെ എന്ത് സംഭവിക്കുന്നു തനിക്കറിയാമല്ലോ. അമ്മാള് ശരിക്കും നമ്മുടെ കുട്ടിയല്ലെന്ന് അറിയാൻ ഇടയായല്ലേ പിന്നെ നമ്മുടെ കാര്യവും പരിങ്ങലിലാവും. നമ്മൾ കല്യാണം കഴിച്ചവരല്ലെന്നും കള്ളം പറഞ്ഞ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ആ വീട് തരപ്പെടുത്തി എടുത്തതാണെന്നൊക്കെ അതോടെ ഭരതമ്പിള്ള ചേട്ടനും ഭാര്യ അറിയും. അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരുമെന്ന് മാത്രമല്ല, തട്ടിപ്പ് കാട്ടിയതിനെ ഞാനും താനും അകത്താവുകയും ചെയ്യും. അതുകൊണ്ട് നമുക്കിപ്പോ പോലീസിൽ തൽക്കാലം പരാതി കൊടുക്കണ്ട. പിന്നെ എന്ത് ചെയ്യും നമ്മള്? പറ, എന്ത് ചെയ്യുമെന്ന്? ഗൗരി, തൽക്കാലം നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ അമ്മളൂനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. എന്നിട്ട് പോലീസിൽ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് ഭരതമ്പിള്ള ചേട്ടനോട് പറയാം. അല്ലാതെ ഞാൻ നോക്കിയിട്ട് വേറെ മാർഗങ്ങളൊന്നും കാണുന്നില്ല. പറ്റില്ല. എന്ത് ചെയ്തിട്ടായാലും എനിക്ക് എന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയേ പറ്റൂ. അതിനുവേണ്ടി ഞാനോ താനോ പിടിക്കപ്പെട്ടാലും എനിക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. വാ, നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം. വാ ശങ്കർ. ഗൗരി, തൽക്കാലം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പൊ കംപ്ലൈന്റ് കൊടുത്താൽ അത് ഗുണത്തെക്കാളേറെ നമുക്ക് ദോഷമേ ചെയ്യൂ.
മോളെ കൊണ്ടുപോയവർ ഇത് കേസാണെന്ന് അറിഞ്ഞ് കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. അത് മാത്രമല്ല, പോലീസ് അന്വേഷണത്തിൽ നമ്മുടെ യഥാർത്ഥ സിറ്റുവേഷൻ കൂടെ പുറത്തായാലേ അത് നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. മോനൊരു തട്ടിപ്പ് കേസിൽ പിടിക്കപ്പെട്ടു എന്ന് അമ്മയും കാത്തൊക്കെ അറിഞ്ഞാലുണ്ടാവുന്ന അവസ്ഥ അതെനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. അതുകൊണ്ട് കംപ്ലൈന്റ് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പൊ തൽക്കാലം നമ്മൾ ആലോചിക്കുന്നില്ല. പിന്നെ ഹൗസ് ഓണർ ചോദിച്ച കേസ് കൊടുത്തിട്ടുണ്ട്, അവർ അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തൽക്കാലം പിടിച്ചു നിൽക്കാം. അതാ ഭാഗ്യക്കുറി നല്ലത്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രം സേഫ് ആക്കിയാൽ മതിയല്ലോ. എന്റെ മോളുടെയും കാര്യം എങ്ങനെ ആയിക്കോട്ടെ എന്നല്ലേ? അത് പറ്റില്ല. ആരുടെ തല പോകുന്ന കാര്യമാണെങ്കിലും എനിക്ക് എന്റെ അമ്മാളൂനെ തിരിച്ചു കിട്ടിയേ പറ്റൂ. താൻ വന്നില്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയാം. ഗൗരി പ്ലീസ്, ഞാൻ വേണമെങ്കിൽ തന്റെ കാല് പിടിക്കാം. താൻ വെറുതെ മണ്ടത്തൊന്നും കാണിച്ചാളല്ലേ. എടോ, കുഞ്ഞിനെ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാമെന്ന് കരുതാം. പക്ഷെ അതുപോലല്ല പിടിക്കപ്പെട്ട നമ്മുടെ കാര്യം. ഇപ്പൊ കഴിഞ്ഞുകൂടാനുള്ള സ്ഥലം പോലും നഷ്ടപ്പെട്ടു പോയിട്ട് എല്ലാവരുടെ മുമ്പിൽ നമ്മൾ കുറ്റവാളികളാവുകയും ചെയ്യും. ജാമ്യം പോലെ കിട്ടാതെ നമ്മൾ അകത്തായാലേ പിന്നെ നമ്മൾ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും. ദേ, ഒരു എടുത്തുചാട്ടം കൊണ്ട് നമ്മുടെ ഭാവി നമ്മളായിട്ട് തന്നെ ഇല്ലാതാക്കരുത്. എന്തിനാ ഒന്നിനു മേൽ ഒന്നാ ഇങ്ങനെ കള്ളങ്ങൾ പറഞ്ഞു കൂട്ടാൻ പോയത്? അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയത്? അതെ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതേ ഇയാൾക്ക് വേണ്ടിട്ടാ. അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിലേ ഇയാൾക്ക് കുഞ്ഞിനെ താമസിക്കാൻ ഇതുപോലൊരു വീട് കിട്ടുമായിരുന്നോ? വീട് കിട്ടിയിട്ട് ഇപ്പൊ എന്തായി? ഇതിലും ഭേദം എന്റെ കുഞ്ഞിനെ കൊണ്ട് ഏതിൽ അകതി മന്ദിരത്തിൽ കഴിയുന്നതായിരുന്നു. എനിക്കറിയാം എന്ത് വേണമെന്ന്. ഏയ്, എങ്ങോട്ടാ ഇയാള്? എടോ, എങ്ങോട്ടാണെങ്കിലും പറ, ഞാനും വരാം തന്റെ കൂടെ. അതിപ്പോ പോലീസ് സ്റ്റേഷനിലോ പാതാളത്തിലേക്കായിരുന്നാലും ശരി, കുഴപ്പം. ഇവിടെ താൻ വന്ന് വണ്ടി കയറി, ഞാൻ തന്നെ കൊണ്ടുപോവാ. വേണ്ട, എനിക്ക് ആരുടെയും സഹായം വേണ്ട. എനിക്കറിയാം എന്റെ കുഞ്ഞിനെ തട്ടിയെടുത്തതിന് പിന്നിൽ ആരാണെന്ന്. അവരോട് ഞാൻ തന്നെ ചോദിച്ചോളാം. താനിത് എങ്ങോട്ടാ പോന്നേ? അതെങ്കിലും താനൊന്ന് പറഞ്ഞിട്ട് പോ. ഞാൻ എങ്ങോട്ടായാലും തനിക്കെന്താ? താൻ പേടിക്കണ്ട. ഇനി ഞാൻ കാരണം തന്റെ അമ്മയും അമ്മൂമ്മയും ഒന്നും അറിയാൻ പോകുന്നില്ല. ആ ഒരു ഉറപ്പ് പോരെ തനിക്ക്. എന്നെ എന്റെ പാട്ടിന് വിട്ടേക്ക്. വലിഞ്ഞു കയറി നീ എങ്ങോട്ടാ? നിന്നെ നോക്കി പേടിപ്പിക്കാതെ കാര്യം എന്നതാന്ന് പറയടി. ഇവിടുത്തെ ഭരണം എല്ലാം കൈപ്പിടിയിലാക്കി ഇനി ധൈര്യമായിട്ട് ഇങ്ങ് പോന്നോളാൻ നിന്റെ ചേച്ചി വിളിച്ച് പറഞ്ഞിട്ട് പോന്നതാണോ നീ? എന്റെ കുഞ്ഞെവിടെ? കുഞ്ഞോ? നിന്റെ കുഞ്ഞിനെ ഇവിടെയാണോ അന്വേഷിക്കുന്നത്? നീ എന്താ ഈ വീടിനെ കുറിച്ച് കരുതിയേക്കുന്നത്? അഗതികളെയും അനാഥ കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കുന്ന സ്ഥലമാണ് പൂക്കാടൻ തറവാടുന്നു. എങ്കിൽ ആ ധാരണ നീ മുളയിലെ അങ്ങ് നുള്ളിയേക്ക്. എന്റെ ആങ്ങളയുടെ കെട്ടിയോളാണെന്നും പറഞ്ഞ് നിന്റെ ചേച്ചി ഈ വീട്ടിൽ കയറി പറ്റിയതുപോലെ അവള് പിഴച്ചു പറ്റൊരു കുഞ്ഞിന്റെ പേരിൽ ഇനി നീയും കൂടി കെട്ടിപ്പിറക്കി ഇങ്ങ് പോന്നേക്കാണോ? മര്യാദയ്ക്ക് ഇറങ്ങി പൊയ്ക്കോണോ അവിടുന്ന്. നിന്റെ കവലപ്രസംഗം കേൾക്കാനല്ല ഞാനിവിടെ വന്നത്. എന്റെ കുഞ്ഞിനെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെയുള്ളവർ അറിഞ്ഞിട്ട് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രത്യേകിച്ച് നീ. ഒരിക്കൽ നിന്റെ കൂട്ടുകാരനെ കൂട്ടുപിടിച്ചത് ചെയ്യിപ്പിച്ചതുവാ. അന്ന് നിന്നെ വെറുതെ വിട്ടത് എന്റെ തെറ്റ്. പക്ഷെ ആ മിടുക്ക് ഒരിക്കൽ കൂടി കാണിച്ച് വിജയിക്കാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല സൈന. ഗൗരി ആ കുഞ്ഞിനെയും കൊണ്ട് ഇവിടുന്ന് മടങ്ങി പോവൂ. മര്യാദയ്ക്ക് അതിനെ ഇങ്ങ് തന്നേക്ക്. നിങ്ങളുടെ ഒരു ഔദാര്യത്തിനും കൈനീട്ടാൻ ഗൗരി വന്നില്ലല്ലോ, ഇനി വരികയില്ല. ആ പേടി കൊണ്ടാണ് നീ ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ അത് വേണ്ട. അതല്ല ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് വാശി കാണിക്കുകയാണെങ്കിൽ അതിന്റെ ഫലം നീ അനുഭവിക്കും. എന്റെ കുഞ്ഞിനെ കിട്ടാൻ ഏതറ്റം വരെ ഞാൻ പോവും. എന്ത് നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നതും. ആ കുഞ്ഞുമായിട്ടല്ലാതെ ഗൗരി ഇവിടുന്ന് മടങ്ങില്ല. നിന്റെ കുഞ്ഞിനെ ഇവിടെ ആർക്ക് വേണോടി? ഒരിക്കൽ നിന്നെ നിന്റെ ചേച്ചിയെ ചുമ്മാതൊന്ന് വരട്ടാൻ വേണ്ടി ഞാൻ തമാശ കാണിച്ചു എന്നുള്ള സത്യമോ? അതാ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല മോളെ. ചുമ്മാ നിന്നെ നിന്റെ ചേച്ചിയെ ഈ സയന വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്തതാ. ആ പരീക്ഷയിൽ ശരിക്കും പാസ്സായത് നിന്റെ ചേച്ചിയാ. ആ കുഞ്ഞു കൂടെ ഇല്ലെങ്കിൽ സൗകര്യമായെന്ന് അവൾ അന്നേ തെളിയിച്ചതല്ലയോ? തോറ്റുപോയത് നീയാ. എടി മോളെ, നീ ആ കൊച്ചിനെ എന്റെ കീശയിലല്ല തപ്പേണ്ടത്. നിന്റെ ചേച്ചി ഉണ്ടല്ലോ, ഇവിടുത്തെ അകത്തമ്മ കളിച്ചിരിക്കുന്ന ആ അസത്ത്. പൊന്നുമോൾ അവളോട് ചോദിക്ക് ആ കുഞ്ഞിനെ എന്നാ ചെയ്തേന്ന്. ആ കുഞ്ഞ് ജീവിച്ചിരുന്നാൽ എന്നായാലും പാരയാവും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഭർത്താവ് ഉദ്യോഗം കെട്ടി നടക്കുന്ന ആ കോന്തന്റെ കൂട്ടുപിടിച്ച്
അവള് വല്ല ധർമ്മക്കാർക്കും പിടിച്ചു കൊടുത്തിട്ടുണ്ടാവും അതിനെ. അല്ലേല് വല്ല അമ്മത്തൊട്ടിലും കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ടാവും. അതിനെ അങ്ങനെ ചെയ്തോളാൻ നിന്റെ അടുത്ത് അവള് പറഞ്ഞതല്ലേ? നീയായിട്ടത് ചെയ്യില്ലാന്ന് അവൾക്ക് ബോധ്യമായപ്പോ അവള് തന്നെ ആ സൽക്കർമ്മം അങ്ങ് നിർവഹിച്ചു കാണും. അതിന് ഇവിടെയുള്ളവരൊക്കെ എന്നെ പഴിച്ചുന്നാ. വേണ്ട, അങ്ങനെ ആരുടെയും തലയെ കുറ്റം കെട്ടിവെച്ച് നീ രക്ഷപ്പെടാനൊന്നും നോക്കണ്ട. എന്റെ മോളെ കാണാതായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ നീയുമായി ബന്ധപ്പെട്ടവരുമായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. മര്യാദക്ക് എന്റെ കുഞ്ഞിനെ തിരിച്ചു വന്നോണം, അല്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. എന്താണ് വീട്ടുമുറ്റത്തെ സത്യാഗ്രഹം വയ്ക്കാനുള്ള പരിപാടിയാണോ? ഇറങ്ങി പോടി ഇവിടുന്ന്. ഇല്ലെങ്കിൽ ശരിക്കും വിവരം അറിയും. വിവരം അറിയാൻ പോകുന്നത് ആരാന്ന് ഞാൻ കാണിച്ചു തരാം. നീ ഇതുവരെ കളിച്ച കളിയൊന്നും ആയിരിക്കില്ല അത്. സൈന, ഞാൻ നിന്റെ കാല് പിടിച്ച് പറയാ, വെറുതെ പ്രശ്നം വഷളാക്കാതെ എന്റെ കുഞ്ഞിനെ തിരിച്ചുതാ. നിന്നോട് ഞാൻ പറഞ്ഞില്ലടി എനിക്ക് അറിയില്ലെന്ന്. പിന്നെ നീ എന്റെ അടുത്ത് ഭീഷണി കൊണ്ട് വരാണോ? എന്നാത്തിനാ കൊച്ചെ നീ കൂടെ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്? നിന്നെ കാണുന്നത് പോലും ഇവിടെ ആർക്കും ഇഷ്ടമല്ലെന്ന് നിനക്കറിയില്ലേ? ഒക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് പിന്നെ എന്നാത്തിനാ ഇവിടെ ഉള്ളവരെ മനസ്സമാധാനം കളയാനായിട്ട് വരുന്നത്? എനിക്ക് നിങ്ങളുടെ ആരുടെയും മനസ്സമാധാനം കളയണമെന്ന് ഒരാഗ്രഹമില്ല അമ്മച്ചി. ഇവിടെയുള്ളവരെ എന്നെയാ ജീവിക്കാൻ അനുവദിക്കാത്തത്. പൊന്നുമോളോട് ചോദിക്കാം അമ്മച്ചി, എന്തിനാ എന്നെ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ ഉപദ്രവിക്കുന്നേന്ന്? എന്നതാടി, നീ ഒക്കെ കൂടി മനുഷ്യനെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കത്തില്ലേ? ദേ, വല്ലവളുടെയും വാക്ക് കേട്ട് അമ്മച്ചി എന്നോട് പോരിന് വന്നേക്കരുത്. ഞാൻ അവളെ എന്നാ ചെയ്തുന്നാ? അവളുടെ കുഞ്ഞിനെ കൊന്നിട്ടും കട്ടോണ്ട് പോയിട്ടും എനിക്കൊന്നും നേടാനില്ല. പിന്നെ എന്നെ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നോക്ക, നിങ്ങളുടെ മോൾ ഇത് 2ാം തവണ എന്റെ മോളെ ഉപദ്രവിക്കുന്നത്. ആദ്യത്തെ തവണ പിടിക്കപ്പെട്ടെങ്കിൽ ഇത്തവണ ഇവളതിൽ വിജയിച്ചു. പക്ഷെ എന്റെ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ, ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല. എന്റെ മാതാവേ, എന്നതൊക്കെയാടി ഞാൻ ഈ കേൾക്കുന്നേ? ഇവൾ ഈ പറയുന്ന ഭ്രാന്തൊക്കെ വിശ്വസിച്ച് അമ്മച്ചി എന്റെ തല എടുക്കാൻ വന്നേക്കരുത്. എനിക്ക് ആ സംഭവമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിന്റെ കുഞ്ഞിനെ കാണാതെ പോയെങ്കിൽ പോയി നിന്റെ ചേച്ചിയോട് അവളുടെ കാമുകനോട് അന്വേഷിക്കും. നാട് വിട്ട് പോയതിനെ പാഴ്സൽ ചെയ്ത് കാണും അവളതിനെ. എന്റെ ചേച്ചി അത് ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നീ അറിയാതെ എന്റെ കുഞ്ഞിന് ഒന്നും സംഭവിക്കില്ല. അതിനെ കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോവും. വിളിക്ക്, എല്ലാവരും വിളിക്ക്. എനിക്കറിയണേ എന്റെ കുഞ്ഞിന് എന്താ പറ്റിയെന്ന്. നിന്റെ ചേച്ചി വലങ്കാല് വെച്ച് കയറി പൊറുതി തുടങ്ങിയതിന്റെ കേടേ ഇതുവരെ തീർന്നിട്ടില്ല ഇവിടെ. അതിന്റെ കൂടെ അനിയത്തെയും കൂടി ഇറങ്ങിയിരിക്കണോ? ഇറങ്ങി പോടി. പറഞ്ഞല്ലോ ഞാൻ ഇവിടുന്ന് പോണമെങ്കിൽ എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണം, അല്ലാതെ ആര് പറഞ്ഞാലും പോയില്ല ഞാൻ. ആഹാ, അത്രയ്ക്കായോ നീ? എങ്കിലും അറിയണല്ലോ. നീ നടക്കുന്നുണ്ടോ? അടങ്ങാനാ ഞാൻ പറഞ്ഞത്. ദേ കൊച്ചെ, ഞാൻ നിന്റെ കാല് പിടിക്കാം. അപ്പനും മോനും വരുന്നതിന് മുമ്പ് നീ ഇവിടെ നിന്ന് പോകാൻ നോക്ക്, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഒന്ന് പോയി താ കൊച്ചെ. എല്ലാവരും കൂടി എന്നെ കൊന്നാലും ശരി, എന്റെ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്നറിയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. നിനക്കെന്താ ഇവിടെ കാര്യം? ചോദിച്ചത് കേട്ടില്ലേ നീ? എന്തിനാ ഇവിടെ വന്നതെന്ന്? എന്റെ മോളെ കാണാനില്ല. കുഞ്ഞിനെ കാണാതായെങ്കിൽ പരാതി കൊടുക്കേണ്ടത് പോലീസ് സ്റ്റേഷനില, അല്ലാതെ ഇവിടെയല്ല. നന്നായി. ആ കുഞ്ഞിനെ പ്രസവിച്ച അമ്മ തന്നെയാണോ ഈ പറയുന്നത്? ഇത്രയ്ക്ക് ദുഷ്ടയായി പോയില്ലോ എന്റെ ചേച്ചി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് അങ്ങനെ ഒരു കുഞ്ഞില്ലെന്ന്? അതിനെ സംരക്ഷിച്ചോളാൻ ആരോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല. പിന്നെ എന്തിനാ ഓരോരോ കാരണം ഉണ്ടാക്കി ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരുന്നത്? ശരിയാണ്, സമ്മതിക്കുന്നു. ആരും ആവശ്യപ്പെടാതെ തന്നെയാ ഞാൻ അതിനെ വളർത്താൻ തയ്യാറായത്. അതിനാരുടെ മുമ്പിലും കൈ നീട്ടിയതുമില്ല. പക്ഷെ അതിനും എന്നെ ആരും അനുവദിക്കില്ല എന്ന് വന്നാ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എനിക്കറിയാം എന്റെ കുഞ്ഞിനെ കാണാതായിട്ടുണ്ടെങ്കിൽ അതിനിതാ ഈ നിൽക്കുന്ന സ്ത്രീയും ഇവിടെയുള്ള മറ്റു പലരും ആയിരിക്കുമെന്ന്. അത് വ്യക്തമായി ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവരോട് പറ, എനിക്കെന്റെ മോളെ തിരിച്ചു തരാൻ പറ, ഞാൻ പൊയ്ക്കോളാം. എന്ത് വില കൊടുത്തു അതിനെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോവൂ. ഇവിടെയുള്ളവരാണ് അതിന് പിന്നിലെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ചെന്ന് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണം. ചെല്ലുമ്പോ അത് നിന്റെ മാത്രം കുഞ്ഞാണെന്ന് പ്രത്യേകം പറയണം. അല്ലാതെ മാന്യമായി കുടുംബജീവിതം നയിക്കുന്ന എന്നെ അതിലേക്ക് വലിച്ചഴക്കണ്ട. നിന്റെ ചേച്ചി പറഞ്ഞത് കേട്ടല്ലോ. പ്രസവിച്ച അവൾക്ക് വേണ്ടെങ്കിൽ പിന്നെ നിനക്ക് എന്തിനാടി അതിനെ? ഇനി കിട്ടിയ അടങ്ങുന്ന വാശിയാണെങ്കിൽ ദാ ഇവള് പറഞ്ഞതുപോലെ നീ ചെന്ന് കംപ്ലൈന്റ് കൊടുക്ക്. അല്ലാതെ ഞങ്ങളുടെ മെക്കിട്ട് കയറല്ല വേണ്ടത്. സന്തോഷായി ചേച്ചി. ഇപ്പൊ നിങ്ങളെല്ലാവരും ഒന്നായില്ലേ? വേണം, അങ്ങനെ തന്നെ വേണം. സത്യം പറ, നിങ്ങൾ എന്റെ ചേച്ചി തന്നെയാണോ? അതോ ആ രൂപമുള്ള മറ്റേതെങ്കിലും സ്ത്രീയോ? ഞാൻ ആരായാൽ നിനക്കെന്താ?
എന്റെ മനസമാധാനം തകർക്കാൻ ഇവിടേക്ക് കെട്ടിയെടുക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ഇറങ്ങി പോ ഇവിടെ നിന്ന്. ഇനി ഒരു കാരണവും പറഞ്ഞ് നേരിൽ ഇവിടെ കണ്ടുപോരും. പോടി. അതിനെ കാണുന്നില്ലെങ്കിലേ എവിടാന്ന് വെച്ച് പോയി അന്വേഷിക്കോ, ആരുടെ പേരിൽ പരാതി കൊടുക്കുക എന്താന്ന് വെച്ചാ ചെയ്തോണം. ഇങ്ങോട്ട് വാടി. നടക്ക. ഒരു കാരണവും പറഞ്ഞ് നിന്നെ ഇവിടെ കണ്ടുപോരുത്. അങ്ങനെ വന്നാ നമ്മളിൽ ഒരാളെ ഇനി ജീവിക്കൂ. ഇത് നിനക്കുള്ള അവസാനത്തെ താക്കീതാ. മോളെ, കുട്ടിയുടെ സങ്കടം എനിക്ക് മനസ്സിലാവും. എന്ത് ചെയ്യാനാ? ഇവിടെ എല്ലാവർക്കും അവരവരുടെ ഇഷ്ടവും രീതിയൊക്കെയാ. അതിനിടയില് ഞങ്ങൾ കുറച്ച് മിണ്ടാപ്രാണികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ, നീ അലന്റെ വീട്ടിൽ അന്വേഷിച്ച കുഞ്ഞിനെ? ഇല്ല. എങ്കിൽ അവിടെ ഒന്ന് അന്വേഷിക്കണം. ഇവിടുത്തെ ബെന്നിച്ചായനും അലന്റെ അളിയൻ ജോസൂട്ടിച്ചായനും തമ്മില് എന്തോ വഴിവിട്ട ബന്ധമുണ്ട്. അറിഞ്ഞിടത്തോളം അയാളുടെ സ്വഭാവം അത്ര ശരിയല്ല. ആ കുഞ്ഞിന്റെ പേരിൽ ജോസൂട്ടിയോട് എന്തോ പറഞ്ഞു ഏൽപ്പിച്ചതിനെ ചൊല്ലി ഇവിടെ അപ്പനും മോനും തമ്മിൽ ചില കശപിശയൊക്കെ നടന്നിട്ടുണ്ട്. ഇനി ആ വഴിക്കെങ്ങാനും... അയ്യോ, എനിക്ക് ഉറപ്പൊന്നുമില്ല കേട്ടോ. ഉള്ളില് തോന്നിയൊരു സംശയം, അത്രേ ഉള്ളൂ. ആ വഴിക്കൊന്ന് അന്വേഷിച്ചാ ചിലപ്പോ... ഈ പ്രകടനം അങ്ങ് കലക്കി കേട്ടോ. ഈ നാത്തുവിന് ശരിക്കും ഇപ്പഴാ ചേട്ടത്തിയോട് ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയത്. എന്നതാ ഞാൻ പറഞ്ഞത് അങ്ങോട്ട് ശരിക്കും ബോധിച്ചില്ലയോ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. മല പോലെ വന്നവളെ ശരിക്കും എലി പോലാക്കി വിട്ടില്ലയോ? അത് കണ്ടോണ്ട് നിന്നപ്പോഴത്തെ ആ കുളിരുണ്ടല്ലോ, ദാ നോക്കി, ഇപ്പോഴും അങ്ങോട്ട് മാറിയിട്ടില്ലെന്നേ. അല്ല ചേട്ടത്തിയെ, എനിക്കൊരു സംശയം. ആ കൊച്ചു ശരിക്കും നമ്മുടെ അല്ലേ? അല്ല, നിന്റെ ആ പ്രകടനം കണ്ടാൽ ന്യായമായും ആരും സംശയിച്ചു പോവും. എന്തായാലും അതിന് നിനക്ക് നഷ്ടമൊന്നും വരാനില്ലല്ലോ. പിന്നെ നീ എന്തിനാ അതേക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടുന്നേ? നീ വിചാരിക്കുന്നത് പോലെ അതിൽ എനിക്കത്ര വേവലാതിയൊന്നുമില്ല. പിന്നെ ഇവിടെയുള്ളവരുടെ കണ്ണിൽ നീ ഇങ്ങനെ പൊടിയിടുന്നത് കാണുമ്പോ സത്യം പറയാലോ, ഒരു ചെറിയ ടെൻഷൻ ഇല്ലാതില്ല. സത്യം പറയടി മോളെ, ആ കുഞ്ഞിനെ അവളുടെ അടുത്തുനിന്ന് നീയല്ലേ അടിച്ചു മാറ്റിയത്? വന്നു കയറി അന്ന് തന്നെ കാമുകനെ നീ ഇവിടെ നിന്ന് പാഴ്സൽ ചെയ്തു. ദാ ഇപ്പൊ ആ കുഞ്ഞിനെ. ഇനി സൗകര്യം പോലെ എന്നതേലും കാരണം ഉണ്ടാക്കി നീ ഇവിടെ നിന്ന് തടി തപ്പും. അതിനെ ന്യായീകരിച്ച് നിന്റെ ഭർത്താവ് ഉദ്യോഗസ്ഥനൊരു കാരണവും കണ്ടുപിടിക്കും. അപ്പൊ ഒന്നിക്കാനുള്ളവരൊക്കെ സുന്ദരമായിട്ട് അങ്ങ് ഒന്നിക്കും. ഞങ്ങള് കുറെ മണ്ടന്മാരും മണ്ടികളും ഈ നുണക്കഥയൊക്കെ വിശ്വസിച്ചങ്ങ് കഴിഞ്ഞു കൂടിക്കോളും. കൊള്ളാം, നല്ല അസാമാന്യ ബുദ്ധിയാ രണ്ടിന്റെ. സത്യം പറയടി, അതല്ലേ നിന്റെ ഉദ്ദേശം? വെറുതെ ഞങ്ങളെ ബോധിപ്പിക്കാൻ ഒരു മിസ്സിംഗ് കേസിന്റെ കഥയുണ്ടാക്കി അനിയത്തി ഇറക്കിയ ഒരു ഷോയും. എന്താടി, ഞങ്ങൾക്കൊന്നും ബുദ്ധിയില്ലാന്ന് കരുതിയോ നീ? മനസ്സിലാക്കിയല്ലോ. എന്നാ നിന്റെ അറിവിലേക്ക് ഞാൻ ഒരു കാര്യം കൂടി പറയാം. നീ പറഞ്ഞതുപോലെ തന്നെയല്ല. നിന്റെ ഭർത്താവ് ഇപ്പൊ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. ഭർത്താവ് മാത്രമല്ല, ആ കുഞ്ഞു. എന്താ, നിനക്കോ നിന്റെ അപ്പച്ചനോ ആങ്ങളയ്ക്കോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റുമെങ്കിൽ നിന്ന് വീരവാദം മുഴക്കാതെ എന്റെ മുൻപിൽ നിൽക്കുന്ന ഈ സയന പൂക്കാടൻ അതൊന്ന് ചെയ്ത് കാണിക്കേ. അപ്പ ഞാൻ സമ്മതിച്ചു തരാം നിന്നെ. എടീ സയന, എന്നെ ഭാവിച്ച നീ ഇവളുടെ മെക്കിട്ട് കയറുന്നത്? വന്നവളെ ഇവളായിട്ട് തന്നെ പറഞ്ഞു വിട്ടല്ലോ. ഇനി അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ എന്തിനാ കടിപിടി? കരുതിയിരുന്നു നീ. ഇപ്പൊ നീ പറഞ്ഞത് സത്യമാണേലേ, ഈ ഭൂമിയിൽ എവിടെ പോയി ഒളിച്ചാലും അയാളെ ഞാൻ വിട്ടുതരില്ല നിനക്ക്. അങ്ങനെ വന്നാൽ ഈ സയന പിന്നെ പൂക്കാണ് പൗലോസിന്റെ മോളല്ലടി.
കുട്ടി ഏതാ? എന്തിനാ വന്നത്? എനിക്ക് നിങ്ങളുടെ മകളെ ഒന്ന് കാണണം. നീ അവളെ ഒന്ന് വിളിക്ക്. ഞാൻ മോളെ കാണാൻ വേണ്ടി മാത്രമായിട്ട് വന്നതല്ല. എന്റെ പേര് ഗൗരി എന്നാ. ഒരുപക്ഷെ എന്റെ ചേച്ചിയുടെ പേര് പറഞ്ഞ എന്നെ പെട്ടെന്ന് ഓർമ്മ കിട്ടുമായിരിക്കും. ഞാൻ ഗായത്രിയുടെ അനിയത്തിയാണ്. മോൾ എന്തിനാ വന്നത്? എന്റെ ചേച്ചി പ്രസവിച്ച കുഞ്ഞ് എന്റെ സംരക്ഷണയിലാ കഴിഞ്ഞിരുന്നത്. ഇന്ന് രാവിലെ മുതൽ ആ കുഞ്ഞ് മിസ്സിംഗ് ആണ്. എന്റെ മാതാവേ, അതിനെന്നതാ പറ്റിയത്? അതിന് മറുപടി പറയേണ്ടത് ഈ വീട്ടിലുള്ള ഒരാളാ. അയാളെ തേടിയാണ് ഞാൻ വന്നത്. എവിടെ? അയാളെ വിളിക്ക്. എന്നിട്ട് മര്യാദയ്ക്ക് എന്റെ കുഞ്ഞിനെ തിരിച്ചു തരാൻ പറ. അവളെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോവൂ. എന്നതൊക്കെയാ മോളെ നീ പറയുന്നത്? ആ കുഞ്ഞിനെ ജോസൂട്ടിക്ക് എന്തിനാ? അവനത് ചെയ്തെന്ന് നിന്നോടാരാ പറഞ്ഞത്? അയാളാണത് ചെയ്തതെന്നുള്ള വ്യക്തമായ വിവരം കിട്ടിയതുകൊണ്ടാ ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് തന്നെ. എവിടെ? അയാളെ വിളിക്ക്.